ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹാവൽസിൻ്റെ ഫാബിയ എന്ന് പറയുന്ന മോഡുലർ ടൈപ്പ് സ്വിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ മൊത്തം എങ്ങനെയാണ് അതിൻ്റെ പ്ലേറ്റുകൾ, അതുപോലെ തന്നെ മൊത്തം ഡീറ്റെയിൽസ് എങ്ങനെയാണ് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ് അത് പാക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം വരുന്നത്. സ്വിച്ച് വരുന്നുണ്ട്, DP സ്വിച്ച് വരുന്നുണ്ട്, റെഗുലേറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ 16 ആംസിൻ്റെ 1 വേ സ്വിച്ചുകൾ വരുന്നുണ്ട്, 2 വേ സ്വിച്ചുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പ്ലേറ്റ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ഔട്ടർ പ്ലേറ്റ് കൂടിയുണ്ട്. ഫിനിഷിംഗ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. സ്വിച്ച് നമുക്ക് ഈ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ തന്നെ സൈഡിൽ നിന്ന് കാണിച്ചാൽ അതിൻ്റെ പ്രൊജക്ഷൻ ഏകദേശം എത്രയാണ് വരുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വരുന്ന സമയത്ത് അധികം പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ വളരെ സ്മൂത്തായിട്ടിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് കൂടി കാര്യങ്ങൾ കാണിച്ചു തരാം. അത് ഈ 2 വേ സ്വിച്ച് അങ്ങേറ്റത്ത്, റെഗുലേറ്റർ, പിന്നെ ഒരു 1 വേ സ്വിച്ച്, ഒരു ഡമ്മി വരുന്നുണ്ട്. അതായത് സ്വിച്ച് അവിടെ ഇല്ലാത്ത സമയത്ത് ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഒരു പ്ലഗ് സോക്കറ്റ് വരുന്നുണ്ട്, അതായത് ഒരു സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോക്കറ്റുകൾ നമുക്ക് വരുന്നത് 6 ആംസാണ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ്, സ്വിച്ചിൻ്റെ ബാക്ക് സൈഡുകളാണ് ഈ കാണുന്നത്. 2 വേ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ്. അതുപോലെ തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ റെഗുലേറ്റർ, അതുപോലെ തന്നെ പ്ലഗ് സോക്കറ്റിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 1 വേ സ്വിച്ച്. അപ്പോൾ 1 വേ സ്വിച്ചിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഹാവൽസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വരുന്ന പ്രൊഡക്ട്സുകളിൽ ഒന്നാണ്. പിന്നെ അതിൻ്റെ പ്ലേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലേറ്റും ഉണ്ട്. ഇത് നമ്മൾ DP സ്വിച്ചാണ്. 32 ആംസിൻ്റെ DP സ്വിച്ച്. അതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വരുന്നത് നമുക്ക് ഈ പറയുന്ന 1 വേ സ്വിച്ചാണ് വരുന്നത്. അതായത് 16 ആംസിൻ്റെ 1 വേ സ്വിച്ച് കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ DP വരുന്ന സമയത്ത് നമുക്കവിടെ 2 മോഡ്യൂളുടെ ഗ്യാപ്പ് വേണം. സാധാ 1 വേ സ്വിച്ചൊക്കെ ആകുമ്പോൾ 1 മോഡ്യൂളുടെ ഗ്യാപ്പ് മതി. അതായത് ഒരു മോഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്വിച്ച് ഇടുന്ന പൊസിഷനെയാണ്, അതിൻ്റെ ഗ്യാപ്പാണ് 1 മോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സ്വിച്ചിൻ്റെ. അപ്പോൾ അതുകൊണ്ട് 1 വേ സ്വിച്ച് നമ്മൾ ഇടുന്നത് 1 വേ സ്വിച്ചിന് ഒരു മോഡ്യൂളാണ് വേണ്ടത്. പ്ലഗ് സോക്കറ്റ്, DP സ്വിച്ച്, റെഗുലേറ്റർ, ഇതൊക്കെ നമുക്ക് 2 മോഡ്യൂൾ ആവശ്യമുണ്ട്. റെഗുലേറ്റർ നമുക്ക് 1 മോഡ്യൂളിൻ്റെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ നോക്കി അറിയാൻ പറ്റും. കണക്ഷൻസ് എപ്പോഴും DP സ്വിച്ചിൻ്റെ കണക്ഷൻസ് ഒക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ L1, L2, N1, N2 എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കി തന്നെ വേണം കൊടുക്കാൻ. L1 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വരുന്നത് DBയിൽ നിന്ന് വരുന്നത്. N1 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഫേസ് ന്യൂട്രൽ DBയിൽ നിന്ന് വരുന്നത്. N2 ഔട്ട് പോകുന്നത്, ന്യൂട്രൽ ഔട്ട് പോകുന്നത്. L2 ഫേസ് ഔട്ട് പോകുന്നത്. ഇത് നമ്മൾ കറക്റ്റ് നോക്കിയ ശേഷം വേണം DP സ്വിച്ച് കൊടുക്കാനായിട്ട്. ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ. അതായത് അതിന് മുന്നേ വരുന്ന പ്ലേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സ്വിച്ചുകൾ കാര്യങ്ങൾ ഇട്ടതിന് ശേഷം ഈ ഒരു അവസ്ഥയിലായിരിക്കും വരുന്നത്. ഇനി നമ്മളിത് കറക്റ്റായിട്ട് സ്വിച്ചുകൾ ഈ പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് എവിടെയാണോ വേണ്ട സ്വിച്ച് ബോർഡ് അടച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എക്സ്ട്രാ ഒരു വൈറ്റ് പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഇടില്ല. അത് വീടിൻ്റെ, അതായത് മൊത്തം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇടുന്നത് നല്ലത്. കാരണം അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോറി പോകാനൊക്കെയുള്ള റിസ്ക് കാര്യങ്ങളുണ്ട്. നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഔട്ടറിൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ ഇടുക. അല്ലെങ്കിൽ അത് മങ്ങി പോകാനും പെട്ടെന്ന് അത് കളർ എന്തെങ്കിലും വെച്ച് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളർ ചേഞ്ചിങ് അതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ സ്ക്രൂകളൊന്നും കാണാത്ത രീതിയിൽ ഔട്ടർ പാർട്സ് നമ്മൾ അതിൻ്റെ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ എക്സ്ട്രാ കൊടുക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതായത് ഹാവൽസിൻ്റെ ഫാബിയോ എന്ന് പറയുന്ന മോഡലിൻ്റെ സ്വിച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്യുക. എന്നാലും നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.